നമസ്കാരം. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴിതാ കശ്മീർ താഴ്വര വീണ്ടും സിനിമാ ഷൂട്ടിങ്ങുകളുടെ കേന്ദ്രമായി മാറുകയാണ്. ജമ്മു ടൂറിസം വികസന കോൺക്ലേവിലാണ് ഈ കാര്യം സംബന്ധിച്ചുള്ള വിശദമായ ഡേറ്റകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിവിധ ഭാഷകളിലായി 350-ലേറെ ചിത്രങ്ങളാണ് കശ്മീരിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി നിലവിൽ അനുമതി കാത്തിരിക്കുന്നത് എന്ന് ഫിലിം ടൂറിസത്തെക്കുറിച്ചുള്ള സെഷനിൽ പറയുകയുണ്ടായി. ഫിലിം ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ചിത്രങ്ങൾക്ക് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകുന്നത് എന്നാണ് ജമ്മു കാശ്മീർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിലെ ടൂറിസം പ്രോത്സാഹനത്തിനുള്ള പുതിയ വഴികൾ തുറക്കാൻ കൂടി സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നുണ്ട്. ഫിലിം ടൂറിസം സെഷനിൽ ഇംതിയാസ് അലി, വിശാൽ ഭരദ്വാജ്, കബീർ ഖാൻ, നടൻ സഞ്ജയ് സൂരി, ലൈൻ പ്രൊഡ്യൂസറായ ഖാർ ജംഷീദ് എന്നിവരുൾപ്പെടെ പ്രശസ്തരായ പല ബോളിവുഡ് ചലച്ചിത്ര പ്രവർത്തകരും എഴുത്തുകാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ജമ്മു കാശ്മീരിൽ 300-ലധികം സിനിമകളും വെബ് സീരീസുകളും ഇതിനോടകം തന്നെ ചിത്രീകരിച്ചിരുന്നു. 2023-ൽ 102 ബോളിവുഡ് ടോളിവുഡ് സിനിമകൾക്കും വെബ് സീരീസുകൾക്കും ജമ്മു കാശ്മീരിൽ ചിത്രീകരിക്കാൻ അനുമതി ലഭിച്ചിരുന്നു. അതിൽ ഷാരൂഖ് ഖാന്റെ ഡങ്കി, അതിനോടൊപ്പം യാമി ഗൗതമിന്റെ ആർട്ടിക്കിൾ 370, ജോൺ എബ്രഹാമിന്റെ വേദ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. 2022-ൽ കശ്മീരിൽ 200ഓളം സിനിമകളുടെയും വെബ് സീരീസുകളുടെയും ചിത്രീകരണത്തിന് സർക്കാർ അനുമതി നൽകിയിരുന്നു. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ കശ്മീരിലേക്ക് വീണ്ടും വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കശ്മീരിൽ കൂടിയിട്ടുമുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് പണ്ട് ഉണ്ടായിരുന്ന അതേ പ്രതാപത്തിലേക്ക് ജമ്മു കാശ്മീരിന്റെ താഴ്വരകൾ മടങ്ങി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ബോളിവുഡ് സിനിമകളിൽ ഒരു ഗാനരംഗം ചിത്രീകരിക്കണമെങ്കിൽ ജമ്മു കാശ്മീർ വളരെ നിർബന്ധമായിരുന്നു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷൻ കശ്മീർ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് വിഘടനവാദ പ്രവർത്തനങ്ങളും മറ്റും അവിടെ കൂടുതൽ ഇടം പിടിച്ചപ്പോൾ, വിഘടനവാദികൾ അവിടെ കൂടുതൽ കരുത്താർജിച്ചപ്പോൾ ഇത്തരത്തിലുള്ള കലാപ്രവർത്തനങ്ങൾ കശ്മീരിൽ നിന്നുപോയിരുന്നു. ഇപ്പോൾ വീണ്ടും താഴ്വര സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങി വരുമ്പോൾ, അവിടെ കൂടുതൽ വികസനം എത്തുമ്പോൾ പണ്ടുണ്ടായിരുന്ന, അതായത് പതിറ്റാണ്ടുകളുടെ കണക്ക് പറഞ്ഞ് വീട്ടിക്കൊണ്ടിരിക്കുകയാണ് കശ്മീരിലെ താഴ്വരകൾ. അതുകൊണ്ട് തന്നെയാണ് നിരവധി കലാകാരന്മാരും സിനിമാ പ്രവർത്തകരും ഒക്കെ കശ്മീരിലേക്ക് ഒഴുകിയെത്തുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളം.